നമസ്കാരം. ജോബ് ഹണ്ടറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്ന ടെക്നോ പാർക്കിൽ വന്നിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ജോബ് നോട്ടിഫിക്കേഷനെ കുറിച്ചായിരുന്നു നമ്മളിന്ന് പറയുന്നത്. ജൂനിയർ HR അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് എന്ന പോസ്റ്റിലേക്കാണ് ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അതിൻ്റെ വിശദ വിവരങ്ങൾ നമുക്ക് എന്തൊക്കെ നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ദിവസമുള്ള ജോബ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കതുവഴി ലഭിക്കുന്നതാണ്. അതിന് തന്നെ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. പിന്നെ നിങ്ങൾക്ക് ടെക്നോ പാർക്കിൽ നിങ്ങൾ നോക്കുന്ന ജോബുകളൊന്ന് കമൻറ്റ് കൂടി ചെയ്യുക. ഇപ്പോൾ ജൂനിയർ HR എന്ന പോസ്റ്റിലേക്ക് വന്നിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ എന്തൊക്കെയാണ് നോക്കാം. ബാച്ചിലർ ഡിഗ്രി ഇൻ HR അല്ലെങ്കിൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഓർ റിലേറ്റഡ് ഫീൽഡ് എന്നാണ് പറയുന്നത്. അതുപോലെ സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഓർഗനൈസേഷൻ സ്കില്ല് ഉണ്ടായിരിക്കുക. അഡാപ്റ്റബിലിറ്റി ആൻഡ് പ്രോക്കേറ്റ് അപ്രോച്ച് ടു പ്രോബ്ലം സോൾവിങ്. പിന്നെ അതുപോലെ ലീഡർഷിപ്പ് ക്വാളിറ്റി വിത്ത് എബിലിറ്റി ടു ടേക്ക് ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നുണ്ട്. പ്രൊഫഷ്യൻസി ഇൻ MS ഓഫീസ് ഓർ HR സോഫ്റ്റ്വെയർ എന്നാണ് പറയുന്നത്. എക്സ്പീരിയൻസിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ 0 to 1 year 2 year എക്സ്പീരിയൻസാണ് പറയുന്നത്. അത് 0 എക്സ്പീരിയൻസുള്ള ആളുകൾക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഫ്രഷേഴ്സിനും ഇതിലേക്ക് എക്സ്പീരിയൻസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു പോസ്റ്റാണ്. താല്പര്യമുള്ള ആളുകൾ പറയുന്നത് സെൻഡ് യുവർ റെസ്യൂം അപ്ഡേറ്റഡ് റെസ്യൂം എന്ത് ചെയ്യുക, career@xmain.com എന്ന ഇമെയിൽ അഡ്രസ്സിലേക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുക. സബ്ജക്റ്റ് ലൈൻ വെക്കേണ്ടത് ജൂനിയർ HR ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് എന്നുള്ളത് സബ്ജക്റ്റ് ലൈനായിട്ട് വെച്ചിരിക്കണം എന്നാണ് പറയുന്നത്. ഈ റെസ്പോൺസിബിലിറ്റി പറഞ്ഞാൽ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് കൂടി ഉണ്ട് ഇതിൽ, അതായത് HR മാത്രമല്ലല്ലോ. അപ്പോൾ വെൽക്കം വിസിറ്റേഴ്സ്, എംപ്ലോയീസ് ആൻഡ് ജോബ് കാൻഡിഡേറ്റ്സ് പ്രൊഫഷണലി എന്നാണ്. നമ്മളൊരു സ്ഥാപനത്തിലേക്കുമ്പോൾ വരുന്ന ആളുകൾ വാമായിട്ട് വെൽക്കം ചെയ്യുക എന്നുള്ളതും പ്രൊഫഷണൽ മാനറിൽ നമ്മൾ അവരെ വെൽക്കം ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. മാനേജ് ഇൻകമിങ് കോൾ, ഔട്ട് ഗോയിങ് കോളുകളൊക്കെ മാനേജ് ചെയ്യുക. ക്വറീസ് വരുന്നുണ്ടെങ്കിൽ അത് ഡീൽ ചെയ്യുക. അപ്ഡേറ്റ് എംപ്ലോയീസ് റെക്കോർഡ് ആൻഡ് ഇൻക്ലൂഡിങ് അറ്റൻഡൻസ് ആൻഡ് ലീവ് ട്രാക്കിംഗ് എല്ലാം ചെയ്യണം. അത് നമുക്കും അറിയാമല്ലോ, ഒരു HR ചെയ്യേണ്ട കാര്യങ്ങളാണ് ലീവ് ട്രാക്കിങ്. പിന്നെ എംപ്ലോയീസിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. സപ്പോർട്ട് HR മെയിൻ ടീം ആൻഡ് ഓൺ ബോർഡിങ് ആൻഡ് ഇൻഡക്ഷൻ പ്രോഗ്രാം ഫോർ ന്യൂ എംപ്ലോയീസ് എന്നുണ്ട്. ന്യൂ എംപ്ലോയീസിനെ ഓൺ ബോർഡിങ് ചെയ്യുക എന്നുള്ളതും HR-നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ജോബിൻ്റെ റെസ്പോൺസിബിലിറ്റി തന്നെ. അസിസ്റ്റ് ഓർഗനൈസിങ് എംപ്ലോയി എൻഗേജ്മെൻറ്റിന് ആക്ടിവിറ്റി ഇൻ HR ഈവൻറ്റ്സ്. HR ഈവൻ്റൊക്കെ വരുന്ന സമയത്ത് അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. ഇത്രയും കാര്യങ്ങളാണ് വർക്കിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ HR-ലോ അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസായിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ട്, അവർക്ക് വേണ്ടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ എന്തൊക്കെയാണ് ടെക്നോ പാർക്കിൽ നോക്കുന്നത് അതുകൂടി കമൻറ്റ് ചെയ്യാനും ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.